ഇനി നമ്മൾ അടുത്ത് നോക്കുന്ന വെച്ചാൽ സർവീസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ സർവീസ് മൊഡ്യൂളിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഞാൻ പറഞ്ഞു, ഏതൊരു വസ്തു നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ആ പ്രോഡക്റ്റിന് സർവീസ്, ഇപ്പോൾ വാട്ടർ പ്യൂരിഫയർ ആണ് വിൽക്കുന്നതെങ്കിൽ അതിന് സർവീസ് വരും. ചിലപ്പോൾ അത് വർക്ക് ആവുന്നില്ല, വെള്ളം വരുന്നില്ല, വെള്ളം പോകുന്നില്ല, അങ്ങനെ പല ഇഷ്യൂസ് ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമ്മുടെ തന്നെ ആയാലും സോഫ്റ്റ്വെയർ കമ്പനി ആകുമ്പോഴത്തേക്ക് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുത്തല്ല, പിന്നീട് അതിന്റെ സർവീസ് വരും, അത് വർക്ക് ആവുന്നില്ല, ലോഡ് ആവുന്നില്ല, ലോഡിംഗ് സ്പീഡ് ഇഷ്യൂ, അല്ലെങ്കിൽ ഹാക്കായി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടല്ലോ. ഏത് ഇഷ്യൂസ് വേണമെങ്കിലും അത് നമുക്ക് വരും. അപ്പൊ അതെല്ലാം സർവീസ് കോൾസ് ആണ്. അവരെന്തെങ്കിലും സർവീസ് റിക്വസ്റ്റ് റേസ് ചെയ്യേണ്ടി വരും. സോ ഇപ്പൊ സർവീസ് റിക്വസ്റ്റ് എങ്ങനെ റേസ് ചെയ്യുന്ന വെച്ചാൽ, ഇതിപ്പോ നമ്മുടെ ഈ ഒരു ലിങ്ക് ദിസ് വൺ ആണ്. സോ ഇതിന്റെ മെയിൻ ലിങ്കിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഇങ്ങനെ ഒരു പേജാണ്. അപ്പൊ അതിനകത്ത് പോയി കഴിഞ്ഞാൽ കസ്റ്റമർ അവരുടെ പേര്, ഫോൺ നമ്പർ ഇതൊക്കെ ചെയ്തിട്ട് റേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ചോദിക്കും. ഫോർ എക്സാമ്പിൾ ഡമ്മി കൊടുത്തു, പ്രൈസ് ടിക്കറ്റുള്ള സമയത്ത് ചൂസ് ടൈപ്പ് എന്നൊക്കെ കണ്ടോ. ഇത് ഏത് സംഭവമാണ്? വെബ്സൈറ്റ് ആണ്, വെബ്സൈറ്റ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ഉണ്ട്. സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റ് വയ്ക്കും, എന്ത് കേസാണോ കേസ്. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ഇഷ്യൂ എന്താണോ കേസ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും എടുക്കുവാണെങ്കിൽ ദിസ് വൺ, ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. സോ അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ലിസ്റ്റ് നമുക്ക് വരും. ആ ലിസ്റ്റ് പ്രകാരം അവർ സെലക്ട് ചെയ്തിട്ട് അവർക്ക് സർവീസ് റിക്വസ്റ്റ് റേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, സർവീസിൽ പോയി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ ആഡ് സർവീസ് കാറ്റഗറി എന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഈ കാറ്റഗറി നമുക്ക് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ് കാറ്റഗറി എന്നൊക്കെ വെച്ചാൽ, ഇവിടെ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഈ കാറ്റഗറി, ഇത് ഈ വരുന്ന സംഭവം മെയിൻ കാറ്റഗറി, അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹിയർ ഡൊമൈൻ ടാറ്റ് ടേൺ അറൗണ്ട് ടൈം എന്ന് മീൻസ് ഈ കാറ്റഗറിയിലുള്ള സർവീസ് റിക്വസ്റ്റ് വന്നാൽ 2 ദിവസം അല്ലെ എത്ര ദിവസമാണോ അവർ കാണിച്ചിരിക്കുന്നത് ആ ദിവസത്തിനുള്ളിൽ, ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ അതിന് അറ്റൻഡ് ചെയ്യണം എന്നർത്ഥം. മനസ്സിലായി? അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എസ്കലേഷൻ. ഇപ്പോൾ ഇതിപ്പോൾ ഒന്ന് ഡൊമൈൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് റിഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ, കണ്ടോ, ഇറ്റ് ഈസ് നോട്ട് കം വേർ ഇറ്റ് ഈസ്. ജസ്റ്റ് എ മിനിറ്റ്. ഇവിടെ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിനകത്ത് ഇവിടെ താഴെയാണ് വരുന്നത്, ഇവിടെയാണ് അത് വരുന്നത് ഡൊമൈൻ എന്നുള്ള കേസ്. സോ യു ക്യാൻ സെലക്ട് ദിസ് വൺ ഹിയർ, ഇറ്റ് വിൽ കം ഹിയർ കാറ്റഗറി. സോ അങ്ങനെ സർവീസ് കാറ്റഗറി ലിസ്റ്റിംഗ് വി ക്യാൻ ഗീവ്. ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. അത് നേരത്തെ പറഞ്ഞതിനകത്ത് ഈ കേസിൽ ഫസ്റ്റ് വരുന്നത് വെച്ചാൽ പ്രോഡക്റ്റ് ആണ്. ഏത് പ്രോഡക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. ഓക്കെ, അതിപ്പോ ഇവിടെ വെച്ച് ഈ പ്രോഡക്റ്റ് ആൻഡ് പ്രൈസ് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനകത്ത് പ്രോഡക്റ്റ് കാറ്റഗറി ഉണ്ട്. അപ്പൊ അതിനകത്ത് പോയി കഴിഞ്ഞാൽ കാറ്റഗറീസ്, നിങ്ങൾ ഏതൊക്കെ കാറ്റഗറി പ്രോഡക്ട്സ് ആണ് വിൽക്കുന്നത് ആ കാറ്റഗറീസ് ഇവർക്ക് ഇവിടെ ആഡ് ചെയ്ത് ചേർക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റിനകത്ത് ഫസ്റ്റ് ഏതൊക്കെ കാറ്റഗറിയാണ് നിങ്ങളുടെ കമ്പനി വിൽക്കുന്നത് ആ കാറ്റഗറീസ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർക്ക് പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് പ്രോഡക്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് പോയിട്ട് പ്രോഡക്റ്റിന്റെ പേര്, നേരത്തെ ആഡ് ചെയ്ത കാറ്റഗറി, ഏത് കാറ്റഗറി വരുന്നത്, ഇതിന്റെ HSN അല്ലെങ്കിൽ SAC വാട്ടെവർ നമ്പർ, ഒരു നമ്പർ ഉണ്ടായിരിക്കും ഓരോ പ്രോഡക്റ്റ് സർവീസസിന്. ആ നമ്പർ കൊടുക്കും, ഇന്റർനാഷണൽ അക്സെപ്റ്റഡ് നമ്പർ അത് കൊടുക്കുക. എത്രയാണ് നിങ്ങളുടെ GST റേറ്റ് ആ പ്രോഡക്റ്റിന്റെ, പ്രോഡക്റ്റ് പ്രൈസ് എത്രയാണ് വിത്തൗട്ട് GST, ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, കറന്റ് സ്റ്റോക്ക് എത്ര ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് കാണിക്കാം. ടൈപ്പ് ഓഫ് യൂണിറ്റ്, കിലോഗ്രാം, അത്ര രീതിയിൽ നമുക്ക് കാണിക്കാൻ സാധിക്കും. ലിമിറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ നിങ്ങളുടെ സ്റ്റോക്ക് 11 ഉണ്ടെങ്കിൽ ലിമിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഒരു 8, 7 എന്നൊക്കെ പറഞ്ഞ് ലിമിറ്റ് കൊടുക്കാൻ പറ്റും. ആ ലിമിറ്റിന് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, സ്റ്റോക്ക് താഴെ പോയെന്നുള്ള കേസ്. മനസ്സിലായി? അതേപോലെ തന്നെ ഈ സ്റ്റോക്ക്, ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ബന്ധപ്പെട്ടുള്ള പാർട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വാട്ടർ പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് കുറെ പാർട്സുകൾ ഉണ്ടായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട. ആ പാർട്സുകൾ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. എന്തിനാന്ന് വെച്ചാൽ സർവീസ് റിക്വസ്റ്റ്, സർവീസ് ടെക്നീഷ്യൻ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പാർട്സ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്സുകൾ ആ റിപ്പോർട്ടിനകത്ത് വരാൻ വേണ്ടിയിട്ട് ആണ് ഇത് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? സോ അങ്ങനെ അവർക്ക് പാർട്സുകളൊക്കെ ആഡ് ചെയ്ത് അതിന്റെ പ്രൈസ്, അതിന്റെ സ്റ്റോക്ക് ഒക്കെ നേരത്തെ പോലെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രോഡക്റ്റ് ആൻഡ് പാർട്സ് എന്ന് പറഞ്ഞ സംഭവം ഇവർക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും. അത് ആഡ് ചെയ്ത സാധനങ്ങൾ കാണാൻ വേണ്ടി വ്യൂ പ്രോഡക്ട്സിൽ പോയി കഴിഞ്ഞാൽ ദേ ക്യാൻ സീ, കണ്ടോ, ഇതേപോലെ അവർക്ക് കാണാൻ പറ്റും. വ്യൂ ഡീറ്റെയിൽസ് എടുത്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് കാണാൻ പറ്റും. അതേപോലെ സർവീസ് പാർട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട സർവീസ് പാർട്സുകൾ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് കാണും. ഇതിനകത്ത് സർവീസ് പാർട്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് കാണിച്ചിട്ടില്ല. ഓക്കെ, അത് ഡിലീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ പാർട്സ്, അതായത് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അത് ചില സമയത്ത് ചില കമ്പനീസിന് ഇവരെന്തെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കുകൾ അവരവരുടെ ടെക്നീഷ്യന്മാർക്ക് കൊടുക്കും, അവരുടെ കയ്യിൽ കൊടുക്കും, കുറെ സ്റ്റോക്ക് കൊടുക്കും. കാരണം അവർ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അതിന് കൈയും കണക്കും കാര്യങ്ങളൊക്കെ വേണം.
അപ്പൊ എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ലാത്ത കേസുള്ള ആളുകൾക്ക് ഈ ഭാഗം ഇഗ്നോർ ചെയ്യാം, മനസ്സിലായില്ലേ? അല്ലാത്ത കേസസിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഏത് പ്രോഡക്റ്റ് ആണോ കേസ് സെലക്ട് ചെയ്യാം. പാർട്സ് എന്താണുള്ള കേസ്, ഇപ്പൊ പാർട്സ് ആഡ് ചെയ്തിട്ടുള്ള കേസ് ആണെങ്കിൽ ഇറ്റ് വിൽ കം. ഇപ്പൊ ഇതിൽ നിന്ന് പാർട്സിന്റെ ആവശ്യമില്ല. സർവീസ് സോഫ്റ്റ്വെയറിനകത്ത് ഫോർ എക്സാമ്പിൾ ഡമ്മി ആയിട്ട് പാർട്സ് ആഡ് ചെയ്തിട്ടുണ്ട്, NFC കാർഡ്. അത് ക്ലിക്ക് ചെയ്ത് ടെക്നീഷ്യൻ ഏതാണ് ടെക്നീഷ്യനെ സെലക്ട് ചെയ്യുക. അവർക്ക് ഇപ്പൊ മൊത്തം ഇപ്പൊ 50 എണ്ണമാണ് നമ്മുടെ സ്റ്റോക്കിൽ കാണിച്ചിരിക്കുന്നത്. അതിലൊരു 10 എണ്ണം ഈ വിശ്വരാജ് എന്ന് പറയുന്ന ഈ ടെക്നീഷ്യൻ കൊടുക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് യൂണിറ്റ് ബിറ്റ്വീൻ നമ്പേഴ്സ് ഓൺലി. സോ അലോട്ട് കൊടുക്കുകയാണെങ്കിൽ 50 എത്രയായി 10 എണ്ണം അയാൾക്ക് അലോട്ടിലേക്ക് ആയിരുന്നു, മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് എ കേസ്. ഇഫ് യു സീ ദിസ് വൺ സർവീസ് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് ദ NFC കാർഡ്, യു ക്യാൻ സീ 40, കാരണം 10 എണ്ണം ആളുടെ അലോട്ടേ കഴിഞ്ഞു. അതേപോലെ വേറെ ടെക്നീഷ്യൻ ആർക്ക് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് അലോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് അലോട്ട് പാർട്സ് ടെക്നിക്. ഇനി ആർക്കാണ് അലോട്ട് ചെയ്ത് അലോട്ടഡ് പാർട്സ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും ആർക്കാണ് നമ്മൾ അലോട്ട് ചെയ്തിട്ടുള്ളത്, മനസ്സിലായില്ലേ? സോ പാർട്സ് അലോട്ടഡ്. അപ്പൊ അവർ ഈ ഒരു ടെക്നീഷ്യൻ എന്തൊക്കെ പാർട്സ് അലോട്ട് ചെയ്തു അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അലോട്ട് ചെയ്തിട്ടുള്ള എല്ലാം നമുക്ക് കാണാൻ പറ്റും. റീസ്റ്റോക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 എന്ന് പറയുന്ന സംഭവം ഫോർ എക്സാമ്പിൾ അവർ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് അവരുടെ 9 ഉള്ളൂ എന്ന് വെക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അലോഡ് ക്വാണ്ടിറ്റിയിലെ ഒരു ഇത് മാറ്റിയിട്ട് എന്താണോ ഏത് സർവീസ് റിക്വസ്റ്റിലാണോ ആ ഇഷ്യൂ വന്നത് അത് കാണിക്കാം, സേവ് കൊടുക്കാം. മാർക്സ് എന്താണുള്ള കേസ്, അല്ലെങ്കിൽ പാർട്ട് ബോണ്ട് എന്തെങ്കിലും, സോറി റിക്വസ്റ്റ് നോട്ട് ഫൗണ്ട് ഇസ് ദയർ. സോ ആൾറെഡി എക്സിസ്റ്റിംഗ് റിക്വസ്റ്റുകളാണ് ഇത് വർക്ക് ആവുക. സോ ലെറ്റ് us see any service request is there. So let us see the new service request, anything, nothing is there. Okay, let us see that later. അപ്പോൾ അതിങ്ങനെ അലോട്ട് പാർട്സ്, ദെൻ ഡൗൺലോഡ് സ്റ്റോക്ക്. ഇത് അവർക്ക് സ്റ്റോക്ക് ഡൗൺലോഡിന് ഓപ്ഷൻ ഉണ്ട്. എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. സ്റ്റോക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എക്സൽ കറണ്ട് സ്റ്റോക്ക് ലൈവ് ആയിട്ടുള്ള സ്റ്റോക്ക് എന്താണോ അത് അവർക്ക് എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. അപ്പൊ ഇതാണ് പ്രോഡക്ട്സിന്റെ പാർട്സ് എന്ന മോഡലിനകത്ത് വരുന്ന കേസ്. അപ്പൊ ഇത് ആർക്കാണ് അലോട്ട് ചെയ്തത്, എത്രയാണ് അലോട്ട് ചെയ്തത്, എത്രയാണ് പാർട്ട് സ്റ്റോക്ക് എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഡൗൺലോഡ് സ്റ്റോക്കുകൾ. അപ്പൊ ഇതൊക്കെയാണ് പ്രോഡക്റ്റിന്റെ കാറ്റഗറി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് എത്ര വേണമെങ്കിലും അവരുടെ ബിസിനസിന്റെ ഏതൊക്കെ പ്രോഡക്റ്റ് കാറ്റഗറിയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഓരോന്നിനകത്തും ഓരോ കാറ്റഗറിക്കകത്തും വരുന്ന പ്രോഡക്റ്റുകൾ ഇവർക്ക് ആഡ് ചെയ്യാൻ പറ്റും, പ്രോഡക്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റും. ആ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് കൂടെ തന്നെ അതിന്റെ പാർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പാർട്സ് ഉണ്ടെങ്കിൽ ആ പാർട്സിനെ നമുക്ക് ടെക്നീഷ്യൻസിന് അസൈൻ ചെയ്യാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും ഒക്കെ അത് സാധിക്കും, മനസ്സിലായില്ലേ? സോ ഇതൊക്കെയാണ് പ്രോഡക്റ്റ് ആൻഡ് പാർട്സ് എന്ന് പറഞ്ഞ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ മറ്റൊന്നാണ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ മോഡൽ. അതും കൂടി അതിനകത്ത് കവർ ചെയ്യാം സർവീസ് റിക്വസ്റ്റ് പോകുന്നതിന് മുമ്പായിട്ട്. കസ്റ്റമേഴ്സ് മോഡിനകത്ത് നമുക്ക് ഫസ്റ്റ് കസ്റ്റമർ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ കസ്റ്റമറുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, ഇമെയിൽ, അത് ഇതൊക്കെ നമുക്ക് കാണിച്ചിട്ട് അവർ ഏത് പ്രോഡക്റ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവർ ഏതെങ്കിലും ഐറ്റം പർച്ചേസ്ഡ് ഐറ്റം, ഇപ്പം എന്തെങ്കിലും കാറ്റഗറി, ഏത് പ്രോഡക്റ്റ് കാറ്റഗറി വരുന്നതാണ്, ഏതാണ് അവർ വാങ്ങിച്ചിരിക്കുന്ന ഐറ്റം, അത് അവർക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇറ്റ് വിൽ ചേഞ്ച്. ഓക്കെ, അപ്പോൾ അത് സെലക്ട് ചെയ്യാം. വെബ്സൈറ്റ് ആണെങ്കിൽ സ്റ്റാറ്റിക് ഡൈനാമിക് വെബ്സൈറ്റിന് ഐറ്റം വരുന്നുണ്ട്. മോഡൽ നമ്പർ ഉണ്ടെങ്കിൽ അത്, സീരിയൽ നമ്പർ, എന്നാണ് പർച്ചേസ് ചെയ്ത്, എന്തെങ്കിലും ഇമേജ് ഉണ്ടെങ്കിൽ അത്, വാറണ്ടി സ്റ്റാറ്റസ് കൊടുക്കാം. ഇൻ വാറണ്ടിയിലുള്ളതാണോ ഔട്ട് ഓഫ് വാറണ്ടിയിലുള്ളതാണോ എന്താണുള്ള കേസ് അവർക്ക്. ഇപ്പോൾ വാറണ്ടിയിലുള്ള കേസാണെങ്കിൽ ഇൻ വാറണ്ടി കൊടുക്കണം ചില സമയത്ത്. ഇപ്പോൾ വാറണ്ടി ഇല്ലാത്ത കേസാണ് ഔട്ട് ഓഫ് വാറണ്ടി ആയിരിക്കും. മീൻസ് രജിസ്റ്റർ നമ്മളിപ്പോൾ ഉദാഹരണം പറയുന്നത്, അങ്ങനെ ഇപ്പോൾ പുതിയൊരു കസ്റ്റമർ വരും, തുടക്കത്തിൽ തന്നെ വാറണ്ടി ഇല്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ ഇൻ വാറണ്ടി അല്ലെങ്കിൽ ഔട്ട് ഓഫ് വാറണ്ടി കൊടുക്കണം, അത്ര തന്നെ. മോസ്റ്റ് ഓഫ് ദ കേസ് അത് ഇൻ വാറണ്ടി ആയിരിക്കും. പിന്നെ ചില സമയത്ത് പഴയ കസ്റ്റമർ ഡാറ്റയാണ് അവർ എൻട്രി ചെയ്യുന്നതെങ്കിലോ അവർക്ക് വാറണ്ടി എക്സ്പയർ ആയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വേണമെങ്കിൽ ഔട്ട് ഓഫ് വാറണ്ടി കൊടുക്കുക. അതൊക്കെയാണ് ഇതിന്റെ റീസൺസ്. അങ്ങനെ ഈ ഒരു കസ്റ്റമറിനാണ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇതിനകത്തെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് അവർക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും, ഒന്നിക്കുള്ളിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ ആഡിന് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കാം, മനസ്സിലായി? ഒരു കസ്റ്റമറിന് എത്ര പ്രോഡക്റ്റുകൾ നമുക്ക് ആഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, അതാണ് കസ്റ്റമർ രജിസ്ട്രേഷൻ. അതേപോലെ നമുക്ക് ഒരുപാട് കസ്റ്റമർ ഡേറ്റ ആണ് എക്സൽ ബൾക്ക് അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. ബൾക്ക് അപ്ലോഡ് ഡൗൺലോഡ് സാമ്പിൾ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ക്ലയൻസ് ഡൗൺലോഡ് ചെയ്യുക. കണ്ടോ, ഇതേപോലെ ഇരിക്കും സാമ്പിൾ ഫയൽ. സോ ഇതേപോലെ അവർ, ഇതാണ് ഹെഡിങ്. ഈ ഹെഡിങ്ങിൽ പ്രകാരം അവർ ഡാറ്റ അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഓരോന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റയടിക്ക് എല്ലാം കൂടെ അപ്ലോഡ് ആയിക്കോളും. പിന്നെ വേണ്ട മോഡിഫിക്കേഷൻസ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് കാണാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ സി ഏതൊക്കെ കസ്റ്റമേഴ്സ് ആണ് രജിസ്റ്റേർഡ് ആയിരിക്കുന്നത്, അതെല്ലാം കാണാൻ സാധിക്കും, മനസ്സിലായില്ലേ?
സോ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ക്ലിക്ക് ചെയ്ത് തന്നെ വ്യൂ ഡീറ്റെയിൽസ് എടുത്ത് തന്നെ ഫുൾ ആയിട്ട്